ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ CSEB എക്സാമുകൾക്ക് പലതവണ ആവർത്തിച്ചു വരുന്ന ഒരു ഏരിയയാണ് ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത്. സോ പല വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചോദ്യം GK പാർട്ടിൽ നിന്ന് എവിടെ നിന്നുണ്ട്, ഈ ഒരു UN ബന്ധപ്പെട്ടുണ്ട്. സോ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാനായിട്ട് പോവുകയാണ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻ വാസ് എസ്റ്റാബ്ലിഷ് ആഫ്റ്റർ വേൾഡ് വാർ II. 1939-നും 45-നും ഇടക്ക് നടന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു UN എന്നുള്ള ഐഡിയയിലേക്ക് ലോകരാഷ്ട്രങ്ങളെല്ലാം വരുന്നത്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് പ്രിവെന്റിംഗ് ഫ്യൂച്ചർ വേൾഡ് വാർസ് ആൻഡ് സക്സീഡഡ് ദ ലീഗ് ഓഫ് നേഷൻസ് വിച്ച് വാസ് ക്യാരക്ടറൈസ്ഡ് ആസ് ബീങ് ഇൻഎഫക്റ്റീവ്. കാരണം എന്ന് വെച്ചാൽ ഈ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ലീഗ് ഓഫ് നേഷൻസ്? ഓക്കെ, ഈ ലീഗ് ഓഫ് നേഷൻസിന്റെ കഴിവുകേടാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാക്കുന്നത്. കാരണം ഈ ഒരു സംഘടനക്ക് ലോകത്ത് സമാധാനം ഉറപ്പിക്കാനായിട്ട് സാധിച്ചില്ല. അത് മറ്റൊരു ഒന്നാം ലോക മഹായുദ്ധം പോലെ തന്നെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് വഴിമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പരിണിത ഫലം എന്നോണം ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം തീരുമാനിച്ചു ഇനി ഒരു ലോക മഹായുദ്ധം ഉണ്ടാവരുതെന്നുള്ളത്. അതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്, ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാകുന്നത്. 50 നേഷൻസ് അസംബിൾഡ് ഇൻ സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയ. അമേരിക്കയിലുള്ള കാലിഫോർണിയയിലുള്ള സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന പട്ടണത്തില് 50 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഒന്നിച്ചേർന്ന് ഒരു പുതിയ സംഘടന വേണമെന്ന് തീരുമാനിക്കൂ. അതിനുവേണ്ടി അവർ തയ്യാറാക്കിയ ആ ഒരു രേഖയാണ് UN ചാർട്ടർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. UN ചാർട്ടർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു കരട് രേഖയാണ്, ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടിയുള്ള കരട് രേഖയാണത്. ഓക്കെ, ഈ ഒരു UN ചാർട്ടർ ഈ ലോക രാജ്യങ്ങളെല്ലാം അഡോപ്റ്റ് ചെയ്തത് 1945 ജൂൺ മാസം 25-ാം തീയതിയാണ്. ഇതും ഒരു മുൻവർഷ ചോദ്യമാണ്. ഓക്കെ, ഇനി എന്നാണ് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജൂൺ 25 അല്ല, ഒക്ടോബർ മാസം 24-ാം തീയതി. അതേ വർഷം തന്നെ 1945 ഒക്ടോബർ മാസം 24-ാം തീയതിയാണ് എന്ത് വരുന്നത്, ഇന്ന് കാണുന്ന ഐക്യരാഷ്ട്രസഭ നിലവിൽ വരുന്നത്. ആ ഒരു ദിവസത്തെ ലോകമെമ്പാടും UN ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ UN ദിനം എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാനായിട്ട് പറ്റും, ഒക്ടോബർ 24 ആണ് UN ദിനം എന്ന് പറയുന്നത്. ഇനി ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UN-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട പട്ടണമായിട്ടുള്ള ന്യൂയോർക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഈ ഒരു UN സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ UN-ന് ഔദ്യോഗികമായിട്ട് 6 ഭാഷകളുണ്ട്. ഏതൊക്കെയാണ് UN-ന്റെ ഔദ്യോഗിക ഭാഷകൾ നോക്കുകയാണെങ്കിൽ അറബിക് ഉണ്ട്, ചൈനീസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, റഷ്യൻ ഉണ്ട്, പിന്നെ സ്പാനിഷ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ 6 ഔദ്യോഗിക ഭാഷകളുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് UN എന്ന് പറയുന്നത്. ഈ ഭാഷകളെല്ലാം ഓർത്തിരിക്കാനായിട്ട് നമുക്കൊരു കോഡിലൂടെ ജസ്റ്റ് ഓർത്തിരിക്കാം. കോഡ് എന്ന് പറയുന്നത് ഫേസേഴ്സ്. നോക്കിക്കേ, ഫേസേഴ്സ് എന്ന് പറയുന്നതാണ് ഇതിന്റെ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോഡിലൂടെ നമുക്ക് എന്ത് ഓർത്തിരിക്കാനായിട്ട് പറ്റും, യുണൈറ്റഡ് നേഷൻസിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഇതിലെ ഫേസേഴ്സിലെ F ഫോർ ഫ്രാൻസ്, A ഫോർ അറബിക്, C ഫോർ ചൈനീസ്, E ഫോർ ഇംഗ്ലീഷ് ആൻഡ് R ഫോർ റഷ്യൻ, ദെൻ S ഫോർ സ്പാനിഷ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കോഡുകൾ വരുന്നത്. സോ ഇതിലൊരു ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ലാംഗ്വേജസും 1946-ലാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, വിത്ത് ആൻ എക്സെപ്ഷൻ ഓഫ് അറബിക്. അറബിക് 1973-ലാണ് അറബിക് UN-ന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് UN അഡോപ്റ്റ് ചെയ്യുന്നത്. ആ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ കോഡ് മറക്കണ്ട, ഫേസേഴ്സ്. ഓക്കെ, ഇനി ഈ UN-ന് പ്രധാനപ്പെട്ട 6 പ്രിൻസിപ്പൽ ഓപ്പറേഷൻ ഓർഗനൈസേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ UN-ന് മൊത്തം 6 മേജർ ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത് ജനറൽ അസംബ്ലി അല്ലെങ്കിൽ പൊതുസഭ എന്ന് പറയുന്നത് നമ്മുടെ UN-ന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ പാർലമെന്റ് എന്ന് വിളിക്കുന്ന ഒരു ഘടകമാണ് ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. പിന്നീട് സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ട്, പിന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഉണ്ട്, ദെൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട്, പിന്നെ UN സെക്രട്ടേറിയറ്റ് ഉണ്ട്, പിന്നെ ഒരു ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉണ്ട്. ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ 1994-ന് ശേഷം അത് വർക്ക് ചെയ്യുന്നില്ല. അതിന്റെ ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ജർമ്മനിക്ക് ഇഷ്ടം പോലെ കോളനി ഉണ്ടായിരുന്നു. സോ ഈ ഒരു യുദ്ധത്തിന് ശേഷം ജർമ്മനി തോക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ജർമ്മനിയുടെ കോളനികളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കൗൺസിലാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. 1994 പലാവു എന്ന് പറയുന്ന ആ ഒരു രാജ്യം ഒരു പരമാധികാര രാജ്യമായതോടെ ഇതിന്റെ ഭാവി അവിടെ കൊണ്ട് തീരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക്
ഓരോ UN സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ നോക്കാം. നമ്മൾ പ്രിൻസിപ്പൾ ആയിട്ടുള്ള മേജർ ഘടകങ്ങൾ നമ്മൾ നോക്കി. ഇനി UN ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികളുണ്ട്. ഓക്കെ, നമുക്ക് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ നോക്കാം. ആദ്യം തന്നെ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. പിന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഉണ്ട്. ദെൻ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉണ്ട്. പിന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMF എന്ന് പറയും. നമ്മളിപ്പോ വാർത്തകളൊക്കെ കേൾക്കുന്നതാണ് IMF-ൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടൊക്കെ. പിന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ, റീസെന്റ് വന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. എന്താണെന്ന് പറയുകയാണെങ്കിൽ മൈഗ്രേഷന് വേണ്ടിയിട്ട്, കാരണം ലോകത്തിലെ അഭയാർത്ഥി പ്രശ്നം എന്നുള്ളത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ്. ദെൻ ഇന്റർനാഷണൽ സീബഡ് അതോറിറ്റി, ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ എന്ന് പറയുന്ന UN ഘടകങ്ങളിൽ ഏറ്റവും പഴയ ഒന്നാണ് കേട്ടോ. ദെൻ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് ദ സീ, പ്രിപ്പറേറ്ററി കമ്മീഷൻ ഫോർ ദ കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ഓർഗനൈസേഷൻ CTBTO. ദെൻ യുനെസ്കോ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. നമ്മൾ എപ്പോഴും ന്യൂസുകളിലൊക്കെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ് യുനെസ്കോയുടെ പൈതൃക പട്ടിക പുറത്തിറക്കി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് UNIDO, യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് UNIDO എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ WB എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് ബാങ്ക് ഉണ്ടോ. വേൾഡ് ബാങ്കും IMF പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണ് വേൾഡ് ബാങ്ക്. ഓക്കെ, അത് ഇവർ രണ്ടുപേരും ബ്രിട്ടൻ വുഡ് സഹോദരങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. ദെൻ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WIPO, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ദെൻ WMO, വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ, ലോക കാലാവസ്ഥ സംഘടന എന്നൊക്കെ പറയും. ഓക്കെ, ഇനി നമുക്ക് UN ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലേക്ക് പോകാം. എന്താണത്? ജനറൽ അസംബ്ലി അല്ലെങ്കിൽ പൊതു അസംബ്ലി എന്ന് പറയുന്നത്. ഇവിടെ കാര്യം പറയുന്നുണ്ടോ? ഓൾ 193 മെമ്പേഴ്സ്. അപ്പൊ UN എത്ര അംഗങ്ങളുണ്ട്? 193 അംഗങ്ങളുണ്ട്. All 193 member states of the UN are represented in the General Assembly, making it the only UN body with the universal representation. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും 193 അംഗരാഷ്ട്രങ്ങളുടെയും പ്രതിനിധികളെല്ലാം എന്ന് സംഗമിക്കുന്ന ആ ഒരു വേദിയാണെന്ന് പറയുന്നത് UN General Assembly എന്ന് പറയുന്നത്. Each year in September, the full UN membership meets in the General Assembly hall in New York for the annual General Assembly session. Okay, ഇത് ന്യൂയോർക്കിലുള്ള UN പൊതുസഭയുടെ ഒരു ആസ്ഥാനമുണ്ട്. അവിടെയാണ് ഇവർ വന്ന് എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിസിഷൻസ് ഓൺ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് സച്ച് ആസ് ദോസ് ഓൺ പീസ് ആൻഡ് സെക്യൂരിറ്റി, അഡ്മിഷൻ ഓഫ് ന്യൂ മെമ്പേഴ്സ് ആൻഡ് ബജറ്ററി മാറ്റേഴ്സ് റിക്വയർ എ 2/3 മെജോറിറ്റി ഓഫ് ദ ജനറൽ അസംബ്ലി. അതായത് ജനറൽ അസംബ്ലിയിൽ ഒരു 2/3 ഭൂരിപക്ഷത്തോടു കൂടി മാത്രം എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? പുതിയൊരു അംഗത്തിന് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട UN ബജറ്റുമായിട്ടുള്ള കാര്യങ്ങൾക്ക് തമ്മിലൊരു അന്തിമ തീരുമാനം എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, ജനറൽ അസംബ്ലി പ്രധാനപ്പെട്ടത് തന്നെയാണ്, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട UN ഘടകം എന്ന് പറയുന്നതാണ് സെക്യൂരിറ്റി കൗൺസിൽ അല്ലെങ്കിൽ സുരക്ഷാ കൗൺസിൽ എന്ന് പറയുന്നത്. എന്താണ് നോക്കാം. The Security Council has primary responsibility for the maintenance of international peace and security. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന UN ഘടകമാണ് എന്തെന്ന് പറയുന്നത്? സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുരക്ഷാ കൗൺസിൽ എന്ന് പറയുന്നത്, സുരക്ഷാ സമിതി. ഓക്കെ, അപ്പോൾ ഈ ഒരു സുരക്ഷാ സമിതിയിൽ മൊത്തം 15 അംഗങ്ങളുണ്ട്. വേറെ കാര്യം കൂടെ പറഞ്ഞു, ഓൾ മെമ്പർ സ്റ്റേറ്റ്സ് ആർ ഒബ്ലിഗേറ്റഡ് ടു കംപ്ലൈ വിത്ത് ദി കൗൺസിൽ ഡിസിഷൻ. ഈ ഒരു സുരക്ഷാ സമിതിയുടെ തീരുമാനങ്ങളിൽ എന്ത് ചെയ്യണം? എല്ലാ അംഗങ്ങളും അത് കൈക്കൊള്ളണം എന്നാണ് പറയുന്നത്, അത് പിന്തുടരണം എന്നാണ്, അത് ഫോളോ ചെയ്യണം എന്നാണ് UN റൂൾ. അങ്ങനെയാണ്. ഇതില് 5 പെർമനന്റ് അംഗങ്ങളുണ്ട്. 5 പെർമനന്റ് അംഗങ്ങളെന്ന് 15 മെമ്പർമാരാണ്. അതിൽ 5 പെർമനന്റ് അംഗങ്ങളുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ചൈനയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, റഷ്യ ഉണ്ട്, യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടൻ ഉണ്ട്, പിന്നെ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ 5 അംഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇവർക്ക് വീറ്റോ പവർ ഉണ്ട്. വീറ്റോ പവർ എന്താണെന്ന് വെക്കുകയാണെങ്കിൽ UN സുരക്ഷാ കൗൺസിലിൽ ഒരു ഇപ്പൊ ഉദാഹരണത്തിന് ഇസ്രായേലിനെതിരെ ഉപരോധം കൊണ്ടുവരാനായിട്ട് ചൈന തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഉപരോധം ഇതിൽ പാസ്സാകുകയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യണം? ആ ഒരു ഉപരോധം ഒബ്ലിഗേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉപരോധം കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ റഷ്യ നേരെ അതിന് വീറ്റോ കൊടുക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ എന്താണ്? അത് പറ്റത്തില്ല, നടക്കത്തില്ല എന്ന്
ചൈന തീരുമാനിക്കുകയാണ്. സോ അതിനെയാണ് വീറ്റോ അധികാരം എന്ന് പറയുന്നത്. സോ അവിടുത്തെ ആ ഒരു പ്രൊപ്പോസൽ അവിടെ റിജക്ട് ആയി പോയി. അപ്പോൾ ആ വീറ്റോ പവറുള്ള 5 പെർമനന്റ് രാജ്യങ്ങളൊക്കെയാണ് ആരെന്ന് പറയുന്നത്? ചൈന, ഫ്രാൻസ്, റഷ്യ, യുണൈറ്റഡ് കിങ്ഡംസ് ആൻഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക എന്ന് പറയുന്നത്. ഇത് ഈ ഒരു കാര്യത്തിൽ ഇന്ത്യനെ ഒരു പെർമനന്റ് മെമ്പർ ആക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ നടന്നിട്ടില്ല, കുറെ നാളായിട്ട് നടന്നിട്ടൊന്നുമില്ല. ഇനി ഒരുപക്ഷെ കാലഗണന അനുസരിച്ച് വരുമായിരിക്കും. ഇന്ത്യ ഒരു പെർമനന്റ് മെമ്പർ ആവാനുള്ള എല്ലാ യോഗ്യത ഉള്ള ഒരു രാജ്യമാണ്, പക്ഷെ ഇതുവരെ ആയിട്ടില്ല. പിന്നെ ഈ ഒരു 5 പെർമനന്റ് മെമ്പേഴ്സ് കൂടാണ്ട് 10 നോൺ പെർമനന്റ് ആയിട്ടുള്ള മെമ്പർമാരുണ്ട്, എലക്ടഡ് ഫോർ 2 ഇയർ ടേംസ് ബൈ ദ ജനറൽ അസംബ്ലി. അതൊരു 2 വർഷത്തേക്ക് ഈ ഒരു 10 നോൺ പെർമനന്റ് അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നതാണ്. ഓക്കെ, ഇനി ഈ മറ്റൊരു ഘടകമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1945 ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് ICJ ഇസ് ദ പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഓർഗൻ ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട ജുഡീഷ്യൽ ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. It settles legal disputes between states and gives advisory opinion in accordance with international law. അതായത് അന്താരാഷ്ട്ര നിയമത്തിനനുസരിച്ചുള്ള ആ ഒരു കാര്യങ്ങളിലൊക്കെ നിയമോപദേശം കൊടുക്കാനും അതോടൊപ്പം തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, ഇപ്പൊ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന സുപ്രീം കോടതിയാണല്ലോ. അതേപോലെ രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കമെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു കോടതിയാണ് എന്ന് പറയുന്നത് ഈ ഒരു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നെതർലാൻഡ്സിലെ ഹേഗ് ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി യുണൈറ്റഡ് നേഷൻസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾ നോക്കുകയാണെങ്കിൽ 1945 ഒക്ടോബർ 30 ഇന്ത്യ എന്തിന്റെ ഭാഗമാകുന്നത്? UN-ന്റെ ഭാഗമാകുന്നത്. പക്ഷെ അന്ന് ഇന്ത്യ ഒരു ബ്രിട്ടീഷ് അധീനത പ്രദേശമായിരുന്നു. നമ്മുടെ ഇന്നത്തെ ത്രിവർണ്ണ പതാകയ്ക്ക് പകരം ചുവന്ന കൊടിയിൽ ഒരു ഭാഗത്ത് യൂണിയൻ ജാക്ക് ഉള്ള ഒരു കൊടിയൊക്കെ ഉള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ ഉള്ള ഒരു ഭാഗമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യ ഒരു നോൺ പെർമനന്റ് മെമ്പർ ആയിട്ട് കുറെ നാളെ എവിടെ ഉണ്ടായിരുന്നു? ഈ ഒരു UN സെക്യൂരിറ്റി കൗൺസിലിൽ നോൺ പെർമനന്റ് മെമ്പർ ആയിട്ട് ഉണ്ടായിരുന്നു. ഏകദേശം നോക്കുകയാണെങ്കിൽ 16 വർഷത്തോളം ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിൽ ഒരു നോൺ പെർമനന്റ് മെമ്പർ ആയിരുന്നു. മോസ്റ്റ് റീസെന്റ് ആയിട്ട് 2021 തൊട്ട് 2022 വരെയായിരുന്നു ഈ ഒരു മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UN-ന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി അല്ല, പക്ഷെ UN-ന്റെ ഒരു ഘടകമാണ്. UN-ന്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് UNDP എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് 1965. PSC പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ UNDP-നെ പറ്റി ചോദ്യം ഉണ്ടാകാറുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ HDI. ഈ HDI എന്ന് പറയുന്നത് ആരുടെ ഐഡിയ ആണ്? ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഐഡിയ ആണ്. ഓക്കെ, എയിം നോക്കുകയാണെങ്കിൽ ഹെൽപ്പിംഗ് കൺട്രീസ് എലിമിനേറ്റ് പോവർട്ടി ആൻഡ് അച്ചീവ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. മാനവ വികസനത്തിന് അവർക്ക് വ്യക്തമായിട്ടുള്ള റിസോഴ്സുകൾ ലഭ്യമാക്കുക, അവരുടെ ജീവിത നിലവാരം ഉയർത്തുക, ഒരു സുസ്ഥിരമാകുന്ന ഒരു ജീവിത സാഹചര്യം അവർക്ക് നൽകുക എന്നുള്ളതൊക്കെയാണ് UNDP-യുടെ ആ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് സിറ്റി, നമ്മുടെ അമേരിക്കയുടെ ഏറ്റവും വലിയ നഗരവും അതോടൊപ്പം തന്നെ വാണിജ്യ തലസ്ഥാനവുമായിട്ടുള്ള ന്യൂയോർക്കാണ് UN-ന്റെ പോലെ തന്നെ UNDP-യുടെയും ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം, അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടന എന്നൊക്കെ പറയാം. ഇതും ഒരു UN ഫണ്ടഡ് ഏജൻസിയാണ്. എന്നാണ് എസ്റ്റാബ്ലിഷ് ആയെന്ന് നോക്കിക്കേ, 1972 ജൂൺ 5 അതായത് പരിസ്ഥിതി ദിനത്തിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. കോർഡിനേറ്റിംഗ് റെസ്പോൺസസ് ടു എൻവയോൺമെന്റൽ ഇഷ്യൂസ് വിത്തിൻ ദ യുണൈറ്റഡ് നേഷൻ സിസ്റ്റം. UN സിസ്റ്റത്തിൽ ഉള്ള ആ ഒരു പരിസ്ഥിതി പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുക എന്നുള്ളതാണ് UNDP-യുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, UNEP-യുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നൈറോബി, കെനിയയുടെ തലസ്ഥാനമായിട്ടുള്ള നൈറോബിയിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്, UNEP-യുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ UNICEF എന്ന് പറയുന്ന ഒരു സംഘടന. UNICEF-ന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. എന്നാണ് നിലവിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ 11 ഡിസംബർ 1946 ഫോർ പ്രൊവൈഡിങ് ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ഡെവലപ്മെന്റ് എയ്ഡ് ടു ചിൽഡ്രൻ വേൾഡ് വൈഡ്. അമ്മമാർക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒക്കെ എന്താ പറയാ, അവർക്ക് ഒരു നല്ല വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള, അവരുടെ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഘടനയാണെന്ന് പറയുന്നത് UNICEF എന്ന് പറയുന്നത്. ലോകമെമ്പാടും ചൈൽഡ് ട്രാഫിക് ഒക്കെ
റെസ്ട്രിക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പോഷകാഹാരക്കുറവ് മാറ്റി അവർക്ക് പോഷകാഹാരം ഉറപ്പ് നൽകുന്നതിനൊക്കെ ഉള്ള ഒരു സംഘടനയാണ് യൂണിസെഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് UN ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ സെറ്റിൽമെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത് 1977. എയിം എന്ന് പറയുന്ന ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ആൻഡ് സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെന്റ്, അതായത് സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെന്റ്. കാരണം ലോകത്തിൽ അർബനൈസേഷൻ എന്നുള്ള പ്രോസസ്സ് റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യുകയാണ്, നഗരവൽക്കരണം എന്ന് പറയുന്നത്. സോ ഈ ഒരു നഗരവൽക്കരണത്തിന് മനുഷ്യൻ എന്താണ് കിടപ്പാടം ഇല്ലാണ്ട് പോകാതെയും അതോടൊപ്പം തന്നെ അവന് മെച്ചപ്പെട്ട സുസ്ഥിരമായിട്ടുള്ള ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് എന്ന് പറയുന്നത് UN ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് UNDP പോലെ തന്നെ കെനിയയുടെ തലസ്ഥാനമായിട്ടുള്ള നെയ്റോബിയിലാണ് ഇതിന്റെയും ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO എന്ന് പറയുന്നു. ഇതിന് എസ്റ്റാബ്ലിഷ് ആയത് 1945 ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ക്യൂബക്, ഒരു ഫ്രഞ്ച് സിറ്റിയാണ്. കാനഡയിൽ തന്നെ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് ക്യൂബക് എന്ന് പറയുന്നത്. ക്യൂബക് ആണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇതിന്റെ എയിം നോക്കുകയാണെങ്കിൽ ലീഡ്സ് ഇന്റർനാഷണൽ എഫേർട്ട് ടു ഡിഫീറ്റ് ഹങ്കർ ആൻഡ് ഇംപ്രൂവ് ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റിയും അതോടൊപ്പം തന്നെ ആ ഒരു ഇന്റർനാഷണൽ എഫേർട്സിനൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് ഒരു ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO എന്ന് പറയുന്നു. എന്നാണ് എസ്റ്റാബ്ലിഷ് ആയത് നോക്കുകയാണെങ്കിൽ 1919 ഇത് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. പ്രൊമോട്ട്സ് ഇന്റർനാഷണൽ ലേബർ റൈറ്റ്സ് ബൈ ഫോർമുലേറ്റിംഗ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് ജനീവയിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അതായത് അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യുനെസ്കോയുടെ സ്ഥാപിതമായതെന്ന് നോക്കുകയാണെങ്കിൽ 1945 എയിം എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് വേൾഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി ത്രൂ ഇന്റർനാഷണൽ കോപ്പറേഷൻ എഡ്യൂക്കേഷൻ ആർട്സ് സയൻസ് ആൻഡ് കൾച്ചർ എന്നുള്ള ആ ഒരു വിദ്യാഭ്യാസത്തിനും സയന്റിഫിക് റിസർച്ചിനൊക്കെ അതോടൊപ്പം ലോകത്തിന്റെ പൈതൃകം സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള സംഘടനയാണ് എന്ന് പറയുന്നത് യുനെസ്കോ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് പാരീസിലാണ് കേട്ടോ. പാരീസിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇതിൽ ഈ ഒരു വാക്ക് കേൾക്കാത്ത, ഈ ഒരു സംഘടനയെ പറ്റി കേൾക്കാത്ത മനുഷ്യരാരും തന്നെ ഇല്ല എന്നാണെന്ന് നോക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് 1948 WHO എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. എയിം എന്ന് പറയുന്നത് ഡയറക്ടിങ് ആൻഡ് കോർഡിനേറ്റിംഗ് അതോറിറ്റി ഓൺ ഇന്റർനാഷണൽ ഹെൽത്ത് വിത്തിൻ ദ യുണൈറ്റഡ് നേഷൻ സിസ്റ്റം. യുണൈറ്റഡ് നേഷൻ സിസ്റ്റത്തിൽ മറ്റൊരു പാൻഡമിക് ഉണ്ടാകാതെ, നമ്മൾ ഈ ഒരു പേര് കേൾക്കുന്ന എപ്പോഴും ഒരു പക്ഷെ നിങ്ങളൊക്കെ പേര് കേൾക്കുന്നത് കോവിഡിന്റെ ടൈമിലായിരുന്നു. അതായത് അവിടെ ഗബ്രിയേൽ ടെഡ്രോസ് അദനോം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. നമ്മുടെ അദ്ദേഹം എത്യോപ്യയുടെ പഴയ ആരോഗ്യമന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതും നമുക്ക് ഇനി ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞായിരുന്നു. സോ ആ ഒരു അവസ്ഥ നമുക്ക് മാറി. അതിനൊരു നല്ലൊരു ക്രെഡിറ്റ് ആർക്കുള്ളതാണ്, ഈ ഒരു WHO ഉള്ളതാണ്. ഒരു കൃത്യസമയത്ത് ഐഡന്റിഫൈ ചെയ്ത് ഇതിന് പരിഹാരം കണ്ടെത്തിയതിന് കൊണ്ടാണ് നമ്മളെല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും മാസ്ക് വെച്ച് ഇരിക്കേണ്ടി വന്നേനെ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഒത്തിരിയേറെ സംഘടനകളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ യൂറോപ്പിലെ UN-ന്റെ ആസ്ഥാനം എന്ന് നമുക്ക് സ്വിറ്റ്സർലൻഡിലെ ജനീവയെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 10/60/2025 എന്നുള്ള കാറ്റഗറിയിലുള്ള പരീക്ഷയുടെ ചോദ്യം നമുക്ക് നോക്കാം. Which are the 5 permanent members of the 15-member United Nations Security Council with veto power? ഇതിൽ വീറ്റോ പവർ ഉള്ള സ്ഥിര അംഗങ്ങൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ചൈന, കാനഡ, റഷ്യ, UK, USA. ഇവിടെ എന്തില്ല, കാനഡ ഇല്ല. ഓക്കെ, ദെൻ ചൈന, ഫ്രാൻസ്, റഷ്യ, UK, USA ഹോൾഡ് ചെയ്യാം. ഫ്രാൻസ്, റഷ്യ, ഓസ്ട്രേലിയ നമ്മൾ പറഞ്ഞില്ല. ജർമ്മനി ഇവിടെ ഉണ്ട്. കാനഡ, ബ്രസീൽ, ജർമ്മനി, UAE, USA. ഇവിടെ എന്താണ്, ജർമ്മനിയും പറഞ്ഞില്ല. സോ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്ന ആരാണ്? ഓപ്ഷൻ ബി, ചൈന, ഫ്രാൻസ്, റഷ്യ, UK, USA എന്ന് പറയുന്നതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് UN, ഐക്യരാഷ്ട്രസഭയുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അറബിക്, എഗെയിൻ ജർമ്മൻ ഇല്ല. ദെൻ ചൈനീസ്, ജാപ്പനീസ് ഇല്ല. ദെൻ ഇംഗ്ലീഷ്, സ്പാനിഷ്, വീണ്ടും ജാപ്പനീസ് ഇല്ല. ഓക്കെ, ആരാ ഉള്ളത്? അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ ആൻഡ് സ്പാനിഷ്. സോ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ദെൻ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. യുണൈറ്റഡ് നേഷൻസ് ഇയർ ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചിൽഡ്രൻ വാസ്
1918 ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രമേയം അല്ലെങ്കിൽ അവകാശ പ്രമേയം പുറപ്പെടുവിപ്പിക്കുന്നത് എന്നാണ് 1989. സോ 1 എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2, ദ ഫസ്റ്റ് ജനറൽ അസംബ്ലി മീറ്റിംഗ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് വാസ് ഹെൽഡ് അറ്റ് ലണ്ടൻ 1946 ജനുവരി 10. ഇതും ശരിയാണ്. ഒന്നാമത് ഇവരുടെ മീറ്റിംഗ് നടക്കുന്നത്, ഐക്യരാഷ്ട്രസഭയുടെ ഒന്നാമത്തെ മീറ്റിംഗ് നടക്കുന്നത് ലണ്ടനിലാണ് കേട്ടോ, പഠിച്ചു വെച്ചോ. നമ്മുടെ ന്യൂയോർക്ക് എന്നൊക്കെ ഉണ്ടായിരിക്കും, സാൻ ഫ്രാൻസിസ്കോ എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. ലണ്ടനാണ്. ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്ററിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനി ഐക്യരാഷ്ട്രസഭ നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ഐക്യരാഷ്ട്രസഭയുടെ ദിനം എന്നാണ്. ഐക്യരാഷ്ട്രസഭ ദിനം എന്ന് പറയുന്നത് 24 ഒക്ടോബർ ആണ്. അന്നാണ് 1945 ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമാക്കുന്നത്. ഇനി യുണൈറ്റഡ് നേഷൻസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ യൂറോപ്പ് ഈസ് അറ്റ് ജനീവ. ഒരു ഡിഫാക്റ്റോ, ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവ എന്ന് പറയുന്നത്. സോ എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. സോ ഡി, ഓൾ ആർ കറക്റ്റ് എന്നുള്ളതാണ് ശരി ഉത്തരം കേട്ടോ. ഓൾ ആർ കറക്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ യുണൈറ്റഡ് നേഷൻസ്. ഐക്യരാഷ്ട്രസഭയിൽ നിലവിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. 10, 76, 26 എന്നുള്ള ഈ വർഷം നടന്നൊരു പരീക്ഷയിലാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് 193 ഈസ് ദ കറക്റ്റ് ആൻസർ. 193 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ അവസാനമായിട്ട് UN-ൽ അംഗമായ രാജ്യം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അത് സൗത്ത് സുഡാനാണ്. ഇമ്പോർട്ടൻ്റ് ആണ് സൗത്ത് സുഡാൻ. അധിക നാളായിട്ടില്ല. സുഡാൻ എന്ന് പറയുന്ന രാജ്യം വിഭജിച്ചുണ്ടായ രാജ്യമാണ് സൗത്ത് സുഡാൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. സോ സി ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് പെയേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആൻഡ് ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. യുനെസ്കോ പാരീസ് ഫ്രാൻസ് കറക്റ്റ് ആണ്. WHO ജനീവ സ്വിറ്റ്സർലൻഡ് കറക്റ്റ് ആണ്. യുനിസെഫ് ന്യൂയോർക്ക് USA അതും കറക്റ്റ് ആണ്. സോ ഇവിടെ തെറ്റെന്ന് പറയുന്നത് ഏതാ? ILO റോം ഇറ്റലിയാണ്. തെറ്റാണ്. ILO എന്നതിന്റെ അവസാനം നമ്മൾ പഠിച്ചുള്ള ഏതാണത്? ജനീവയാണ്. സോ ഇറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. So it is an incorrect answer, but incorrect option, but also the correct answer. Yes, correct answer D ആണ്. ഓക്കെ, സോ നമ്മൾ ഇത്ര കുറച്ച് ചോദ്യങ്ങളൊക്കെ കണ്ടു. സോ നമ്മൾ CSEB-യുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ബാങ്ക് ജോലി സ്വപ്നം കാണുന്ന എല്ലാവരും നേരെ ഇങ്ങോട്ട് വരിക, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് വരിക. സോ 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കോഴ്സുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രീ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട CSEB-യുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസ് അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു കണ്ടന്റുമായിട്ട് എല്ലാവർക്കും കാണാം. താങ്ക് യു.